ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. വാഹനത്തിൻ്റെ AC ചില സമയത്ത് കിട്ടാതെ വരുന്നു. അതായത് കുറച്ച് ദൂരം ഓടുന്ന സമയത്ത് നമുക്ക് AC നന്നായിട്ടുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ AC കുറച്ച് നേരം കട്ട് ഓഫ് ആയി പോകും, അതായത് AC കിട്ടാതെ പോകും. അതിനുശേഷം പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ AC പിന്നെയും ഭയങ്കര കൂളിംഗ് ആയിരിക്കും. അതായത് ഇൻ്റർവെൽസ് ആയിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ AC വർക്ക് ചെയ്യാതെ വരിക. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം, അതായത് ഇടയ്ക്ക് മാത്രം AC കിട്ടാതെ വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം AC ഗ്യാസിന് കുഴപ്പമില്ല. കാരണം ആദ്യം രാവിലെ അല്ലെങ്കിൽ മോർണിംഗിൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ AC ഇടുമ്പോൾ നല്ല പക്കയായിരിക്കും. നല്ല ഹീറ്റുള്ളൊരു സമയത്താണെങ്കിലും AC ഇടുന്ന സമയത്ത് നല്ല കൂളിംഗ് ഉണ്ടായിരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കട്ടായി പോകും. ഇങ്ങനൊരു പ്രശ്നം ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ. അതായത് ഈ വാഹനത്തിൻ്റെ AC ഗ്യാസിന് കുഴപ്പം ഒരു കാരണവശാലും വരത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കൂളിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ AC ഗ്യാസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് കൂളിംഗ് ഉണ്ടാകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഈ ACക്ക് തണുപ്പ് കട്ട് ഓഫ് ആയി പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കൂളിംഗ് ഇടയ്ക്ക് കട്ട് ഓഫ് ആയി പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് പല കാരണങ്ങൾ വരുന്നത്. ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ കണ്ടൻസർ അസംബ്ലി. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ AC കംപ്രസറിൽ നിന്നും വരുന്ന ആ ഒരു ലിക്വിഡ് നേരെ വന്ന് കണ്ടൻസറിൽ തണുക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്രയും ഹൈ പ്രഷറിൽ ആ ചൂടായിട്ട് വരുന്ന സാധനം നേരെ നമ്മുടെ കണ്ടൻസറിൽ വന്ന് കൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടൻസറിനകത്ത് എന്തെങ്കിലും അടവോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് കണ്ടൻസറിനകത്ത് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം കാണിക്കാം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ കണ്ടൻസറിൻ്റെ ബ്ലോക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞത് ഈ ഫാൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂവും വരുന്നുണ്ട്. അതായത് കണ്ടൻസറിൻ്റെ ശരിക്കുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ കയറ്റി ഈ ഒരു യൂണിറ്റ്, അല്ലെങ്കിൽ ഇതിനകത്തൂടെ കയറി പോകുന്ന ഏതൊരു വസ്തുവാണല്ലോ അതിനെ കൂൾ ചെയ്യിക്കുക എന്നുള്ളതാണ് ആ കണ്ടൻസറിൻ്റെ പർപ്പസ്. അതിപ്പോൾ കണ്ടൻസർ ആണെങ്കിലും റേഡിയേറ്റർ ആണെങ്കിലും രണ്ടും സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഇത് പൊളിച്ച് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പൊളിക്കുന്ന ഒരു വീഡിയോ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഇട്ടേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ് ഒരു കണ്ടൻസർ, അല്ലെങ്കിൽ ഒരു കണ്ടൻസറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത്. കണ്ടൻസറിൻ്റെ അല്ല, ഞാൻ റേഡിയേറ്ററിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ഈ ഒരു പ്രശ്നം കൊണ്ടുവരാം. രണ്ടാമത്തെ കാര്യം, AC-യുടെ കംപ്രസറിൻ്റെ റിലേക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് AC കംപ്രസർ വർക്ക് ചെയ്യുന്ന ഒരു റിലേയും കൂടെ വരുന്നുണ്ട്. ഈ റിലേക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് വിട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് മാത്രം AC വർക്ക് ചെയ്തുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം, അതൊരു മെയിൻ ഇഷ്യൂ ആണ്. കാരണം ഇത് സാധാരണ കാണിക്കുന്ന ഒരു പ്രോബ്ലമാണ്. AC-യുടെ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ അസംബ്ലി എന്ന് പറയുന്ന യൂണിറ്റിന് ഏതെങ്കിലും രീതിക്ക് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇവാപ്പറേറ്റർ അസംബ്ലി ഫുള്ള് പൊടി കയറി അടഞ്ഞിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇവാപ്പറേറ്റർ അസംബ്ലി ഒന്ന് കൂളാവുന്ന സമയത്ത്, അല്ലെങ്കിൽ തണുക്കുന്ന സമയത്ത് വാട്ടറിൻ്റെ കണ്ടന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം AC ഇട്ട് കഴിയുമ്പോൾ വാഹനത്തിൻ്റെ താഴെ വെള്ളം വീഴുന്ന ഈ കൂളിംഗ് കോയിലിനകത്ത് വെള്ളത്തിൻ്റെ അംശം വരുന്നുള്ളതുകൊണ്ട് ഈ വരുന്ന വെള്ളം നേരെ ഈ പറയുന്ന പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട്, അതായത് ഈ കൂളിംഗ് കോയിലിനകത്ത് ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ അംശം ഈ പൊടിയായിട്ട് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും ഇതിലെ കാറ്റ് കയറി പോകത്തില്ല, അതായത് എയർ ഫ്ലോ ഉണ്ടാകത്തില്ല. അങ്ങനെ എയർ ഫ്ലോ ഉണ്ടാകാതെ വരുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ AC വർക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് എയർ മാത്രം, അതും എയർ പ്രോപ്പറായിട്ട് വരത്തില്ല, ഒരുമാതിരി അടഞ്ഞൊരു എയർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ AC ഇടയ്ക്ക് മാത്രം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ കൂളിംഗ് കോയിലിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കൂളിംഗ് കോയിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും. അന്നേരം AC ഗ്യാസ് കൂടെ ഫില്ല് ചെയ്യേണ്ടി വരും. കാരണം കൂളിംഗ് കോയിൽ അഴിച്ചെടുക്കുന്ന സമയത്ത് AC-യുടെ ഗ്യാസ് ഫുള്ള് പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കണ്ടൻസറിൻ്റെ പ്രശ്നമാണെങ്കിൽ കണ്ടൻസർ ക്ലീനിങ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. കണ്ടൻസറിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടൻസർ മാറി വിടേണ്ടി വരും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറായിട്ട് വരുന്നൊരു കാര്യമാണ് എക്സ്പാൻഷൻ വാൽവിൻ്റെ പ്രശ്നം കൊണ്ട്. അത് അത്രയും ഒരു സിമിലർ കേസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വളരെ റെയർ കേസിൽ ഈ ഒരു പ്രോബ്ലം കൊണ്ടും AC-യുടെ കൂളിംഗ് ചില സമയത്ത് കിട്ടാതെ വന്നിട്ടുണ്ട്. അതായത് എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്ന യൂണിറ്റാണ് വരുന്നത്. അതായത് കണ്ടൻസറിൽ നിന്ന് ഔട്ട് വരുന്ന സമയത്ത് നേരെ കൂളിംഗ് കോയിലിന് മുമ്പായിട്ട് കയറുന്നൊരു യൂണിറ്റാണ് എക്സ്പാൻഷൻ വാൽവ്. ഈ എക്സ്പാൻഷൻ വാൽവാണ് മെയിനായിട്ട് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. അതായത് ഒരു ചെറിയ പൈപ്പിൽ നിന്ന് വലിയ പൈപ്പിലോട്ടാണ് പെട്ടെന്ന് ഈ ഒരു ഗ്യാസ് ചെല്ലുന്ന സമയത്താണ് അവിടെ കൂളിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, ആ യൂണിറ്റിന് പ്രശ്നം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രോബ്ലം കാണിക്കും.